വിദ്യാർത്ഥികളെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ബയോവെഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ തുടക്കത്തിൻ്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം എന്തെല്ലാം പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് മാത്രം ഒന്ന് പറയാം. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് വിവിധ ഫൈലത്തിലുള്ള ജീവികളുടെ എക്സ്ക്രീറ്ററി ഓർഗാൻസ് പഠിക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പ്ലാറ്റിഹെൽമിന്ത്സിൽ ഫ്ലൈം സെല്ലാണ്, അനലിഡയിൽ നെഫ്രീഡിയയാണ്, ആർത്രോപോഡയിൽ മാൽപീജിയൻ ട്യൂബ്യൂളാണ്, ഹെമികോർഡേറ്റിൽ പ്രൊബോസസ് ഗ്ലാൻഡാണ്. ഇത്തരം കാര്യങ്ങൾ ആദ്യം പഠിക്കുക. അതുപോലെ തന്നെ 3 വിഭാഗം ജീവികൾ നൈട്രോജിനസ് വേസ്റ്റുകൾ റിമൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് 3 തരം ജീവികളുണ്ട്. ഒന്ന് അമോണോടെലിക്കാണ്. നമുക്കറിയാം എല്ലാ ജീവികളുടെയും ബോഡിയിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു വേസ്റ്റ് മെറ്റീരിയലാണിത് അമോണിയ അല്ലേ. ഈ അമോണിയയെ അങ്ങനെ തന്നെ പുറത്ത് കളയുന്ന ജീവികളാണ് അമോണോടെലിക് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ അമോണോടെലിസം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് അമോണിയ എന്ന് നമ്മൾ പറയാം. ഈ അമോണോടെലിക് ആയിട്ടുള്ള ആനിമൽസിൻ്റെ പേര് നിങ്ങൾ കൃത്യമായിട്ട് മറന്നു പോകാതെ പഠിക്കണം. 1 ബോണി ഫിഷസ് ആണ്, 2 അക്വാട്ടിക് ആംഫീബിയൻസ് ആണ്, 3 അക്വാട്ടിക് ഇൻസെക്റ്റുകളാണ്. അപ്പോൾ അമോണോടെലിക്, ബോണി ഫിഷസ്, അക്വാട്ടിക് ആംഫീബിയൻ, അക്വാട്ടിക് ഇൻസെക്റ്റ്. എന്നാൽ രണ്ടാമത്തൊരു വിഭാഗം ജീവികളാണ് ഈ അമോണിയയെ ഇവരെന്ത് ചെയ്യും? യൂറിയ ആക്കി കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഈ അമോണിയൻ്റെ പ്രത്യേകത അത് എലിമിനേറ്റ് ചെയ്യാൻ എന്ത് വേണം? ഒരുപാട് വെള്ളം വേണം. എന്നാൽ യൂറിയക്ക് അത്ര തന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അമോണിയനെ യൂറിയയാക്കി കൺവേർട്ട് ചെയ്യുന്ന ചില ജീവികളുണ്ട്. എന്നിട്ട് യൂറിയയാണ് അവർ പുറത്ത് കളയുക. അത്തരം ജീവികളെ വിളിക്കുന്ന പേരാണ് യൂറിയോടെലിക് ആനിമൽ. എന്താ വിളിക്കുക? യൂറിയോടെലിക് ആനിമൽ. ഇതിൻ്റെ ഈ എക്സാമ്പിൾ നിർബന്ധമായി പഠിക്കണം. 1 ടെറസ്ട്രിയൽ ആംഫീബിയൻസും 2 മറൈൻ ഫിഷസും ആണ് ഈ രൂപത്തിൽ വരുന്നത്. ഓക്കെ, അമോണോടെലിസത്തേക്കാൾ കുറഞ്ഞ വെള്ളത്തിന് ചിലവ് യൂറിയോടെലിക്കിനുള്ളൂ. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം ജീവികളുണ്ട്. അവരുടെ പ്രത്യേകത, അവർ അമോണിയൻ എന്ത് ചെയ്യും? യൂറിക് ആസിഡാക്കി മാറ്റും. എന്താക്കി മാറ്റും? യൂറിക് ആസിഡാക്കി മാറ്റും. ഈ യൂറിക് ആസിഡിനെ പുറത്ത് കളയും. അത്തരം ജീവികളെ വിളിക്കുന്ന പേരാണെന്ത്? യൂറിക്കോടെലിക് ആനിമൽ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? യൂറിക്കോടെലിക് ആനിമൽ. അതിന് ഉദാഹരണമാണ് റെപ്റ്റൈൽസ്, ബേർഡ്സ് ആൻഡ് ലാൻഡ് സ്നെയിൽസ് ആൻഡ് ഇൻസെക്റ്റുകളൊക്കെയാണ് വരുന്നത്. ഈ ഓരോന്നിൻ്റെയും ഡെഫിനിഷനും അതിൽ വരുന്ന എക്സാമ്പിൾസും നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിട്ട് പോകുക. രണ്ടാമതായിട്ട് എക്സാമിന് വരാവുന്നത് ഈ ഒരു ഡയഗ്രാം തരാം. ഈ ഡയഗ്രാം തന്നിട്ട് ഈ കിഡ്നിയെ അടയാളപ്പെടുത്താൻ ചോദിക്കാം. കോർട്ടെക്സ്, പെൽവിസ്, അതുപോലെ റീനൽ വെയിൻ. ഈ ചുവന്ന നിറത്തിൽ കാണുന്നതാണ് റീനൽ ആർട്ടറി, നീല നിറത്തിൽ വരുന്നതാണെന്ത്? റീനൽ വെയിൻ. അത് അടയാളപ്പെടുത്താൻ ചോദിക്കാം. യൂറീറ്ററിൻ്റെ അടയാളപ്പെടുത്താൻ ചോദിക്കാറുണ്ട്. യൂറീറ്ററിൻ്റെ ജോലി എന്താണ്? കിഡ്നിയിൽ ഉണ്ടാകുന്ന യൂറിൻ, ഈ കാണുന്ന യൂറിനറി ബ്ലാഡറിൻ്റെ ഫങ്ഷൻ അറിയോ? ഇവിടെയാണ് യൂറിൻ എന്ത് ചെയ്യുന്നത്? നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. മൂത്രം സംഭരിച്ച് വെക്കുന്നത് എവിടെയാണ്? ബ്ലാഡറിലാണ്. സോ ഈ ബ്ലാഡറിലോട്ട് യൂറിൻ എത്തിക്കുന്ന യൂറേറ്ററാണ്. ഈ ഒരു ഡയഗ്രാം എക്സാമിന് വന്നേക്കാം. ഇനി അതിന് പകരം ഈ ഒരു ചിത്രവും വരാം. ഇതെന്താണ്? ഒരു കിഡ്നിൻ്റെ മാത്രം ഡയഗ്രമാണ്. ഈ ഒരു ഡയഗ്രം തന്നുകൊണ്ട് എക്സാമിന് ചോദിക്കും. ഈ കാണുന്ന ഭാഗമാണ് കോർട്ടെക്സ്. ഒരു കിഡ്നിയുടെ ഏറ്റവും പുറം ഭാഗത്തെ കോർട്ടെക്സ് എന്നും ഉൾഭാഗത്ത് നമ്മൾ മെഡുല അല്ലെങ്കിൽ മെഡുലറി പിരമിഡ് എന്നും വിളിക്കും. ഓക്കെ, സോ ഇത് കോർട്ടെക്സ് ആണ്, ഇത് മെഡുലയാണ്. ഈ കോർട്ടെക്സിൻ്റെ ഈ മെഡുലൻ്റെ ഇടയിലോട്ട് ഇറങ്ങി നിൽക്കുന്ന ഈ ഭാഗത്തെ റീനൽ കോളം എന്ന് വിളിക്കും. ഇത് അടയാളപ്പെടുത്താൻ വേണ്ടി എക്സാമിന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ഒക്കെ നമ്മുടെ നെഫ്രോൺ ആണ് ഈ കാണുന്നത്. ഈ ഒരു കിഡ്നിയിൽ ഇതുപോലുള്ള 10 ലക്ഷത്തോളം നെഫ്രോൺ ഉണ്ട്. ഈ നെഫ്രോണിൻ്റെ ചിത്രം തന്നിട്ട് ചിലപ്പോൾ എക്സാമിന് വരാറുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ വന്നിട്ടുള്ളത് ഈ നെഫ്രോണിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം അത് മാത്രമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ്, ഇതാണ് മാൽപീജിയൻ ബോഡി. ഈ മാൽപീജിയൻ ബോഡിയുടെ ചിത്രം തന്നുകൊണ്ട് എക്സാമിന് പല തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈ നമുക്കറിയാം നമ്മുടെ കിഡ്നീൻ്റെ ഒരു പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിനെ ശുദ്ധീകരിക്കുകയാണ്. ഈ ബ്ലഡിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി കിഡ്നിയിലുള്ള ചെറിയ അരിപ്പുകളാണെന്ത്? നെഫ്രോണ്. ഈ നെഫ്രോണിലുള്ള ഈ ഒരു ഭാഗമാണ് മാൽപീജിയൻ ബോഡി. നെഫ്രോണിൻ്റെ ഒരു ഭാഗം മാത്രമാണ് മാൽപീജിയൻ ബോഡി. ഈ മാൽപീജിയൻ ബോഡിയിലോട്ട് ബ്ലഡ് വരുന്നതാണ് ഈ അഫറൻ്റ് ആർട്ടീരിയോൾ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തിരികെ പോകുന്ന ഈ രക്തക്കുഴലാണെന്ത്? എഫറൻ്റ് ആർട്ടീരിയോൾ. അഫറൻ്റ് ആർട്ടീരിയോൾ വഴി ബ്ലഡ് വരികയും എഫറൻ്റ് ആർട്ടീരിയോൾ വഴി ബ്ലഡ് പുറത്തു പോവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തെ വിളിക്കുന്ന പേരാണെന്ത്? ഗ്ലോമറുലസ്.
ഇതിൻ്റെ ഉള്ളിലുള്ള വളരെ ചെറിയ രക്തക്കുഴലുകളാണ് ഗ്ലോമറുലസ്. ഈ കാണുന്ന ഭാഗമാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഗ്ലോമറുലസിനെയും ബൊമാൻസ് ക്യാപ്സ്യൂളിനെയും കൂടി വിളിക്കുന്ന സിംഗിൾ നെയിമാണ് മാൽപീജിയൻ ബോഡി. ഈ ഒരു ഡയഗ്രാം മുൻപ് എക്സാമിന് വന്നിട്ടുണ്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യനാണ് യൂറിൻ ഫോർമേഷൻ്റെ, മൂത്രം ഉണ്ടാവുന്നതിൻ്റെ 3 സ്റ്റെപ്സ്. ചിലപ്പോൾ സ്റ്റെപ്പിൻ്റെ പേര് മാത്രം ചോദിക്കും, അല്ലെങ്കിൽ സ്റ്റെപ്പും അതിൻ്റെ ഡെഫിനിഷനും ചോദിക്കും. അങ്ങനെയാണെങ്കിൽ യൂറിൻ ഫോർമേഷൻ്റെ 1ാമത്തെ സ്റ്റെപ്പ് എന്താ? ഗ്ലോമറുലാർ ഫിൽട്രേഷനാണ്. അപ്പോൾ ഹെഡിങ് എഴുതുക ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, എന്നിട്ട് എഴുതുക ഇറ്റ് ഈസ് ദ ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ് ഇൻ ഗ്ലോമറുലസ്. എന്നിട്ട് ചോദിക്കുക 2ാമത്തെ സ്റ്റെപ്പ് എന്താണ്? യൂറിൻ ഫോർമേഷൻ. സെക്കൻഡ് സ്റ്റെപ്പാണ് റീഅബ്സോർപ്ഷൻ. 3ാമത്തേതാണെന്ത്? ട്യൂബുലാർ സെക്രീഷൻ. ഈ 3 സ്റ്റെപ്പിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു വെക്കണം. യൂറിൻ ഫോർമേഷൻ്റെ സമയത്തുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ടേമാണ് നമ്മൾ പഠിക്കേണ്ടത് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. ഒരു മിനിറ്റിൽ എത്ര ഫിൽട്രേറ്റ് ഉണ്ടാവുന്നു എന്നതിൻ്റെ അളവാണ് GFR അല്ലെങ്കിൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. അത് നിങ്ങൾ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നമ്മോട് ചോദിക്കാറുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് എന്ത്? കോൺസെൻട്രേഷൻ ഓഫ് യൂറിൻ ഉണ്ടാവുന്നതിൻ്റെ അല്ലെങ്കിൽ മെക്കാനിസം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഫിൽട്രേറ്റ് എന്ന ടോപ്പിക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇവിടെ ചോദിക്കുക എന്താണ് കൗണ്ടർ കറണ്ട് മെക്കാനിസം? നമ്മുടെ ബോഡിയിലെ 2 കൗണ്ടർ കറണ്ട് മെക്കാനിസം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇതാണ് ഒരു നെഫ്രോൺ. ഈ നെഫ്രോണിൻ്റെ ഈ ഒരു ഭാഗമാണ് ഹെൻലേസ് ലൂപ്പിലെ. ഈ ഹെൻലേസ് ലൂപ്പിൻ്റെ പ്രത്യേകത ഇതിലൂടെ ഈ ഫിൽട്രേറ്റ് താഴോട്ട് ഒഴുകും, ഇതിലൂടെ മുകളിലോട്ട് ഒഴുകും. അപ്പോൾ ഇതാണ് കൗണ്ടർ കറണ്ട് സിസ്റ്റത്തിലെ ഒരു പാർട്ട്. 2ാമത്തേതാണ് വാസാറക്റ്റ. ഈ വാസാറക്റ്റയിലൂടെ ബ്ലഡ് താഴോട്ടൊഴുകി പിന്നെ ഇതിലൂടെ മുകളിലോട്ട് പോകും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ഇവിടെ റെഗുലേഷൻ ഓഫ് കിഡ്നി ഫംഗ്ഷനിൽ റെനിൻ, ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്റെറോൺ മെക്കാനിസം പഠിക്കാതെ പോകാൻ പാടില്ല. നിർബന്ധമായിട്ടൊരു ഭാഗം പഠിച്ചു വെക്കുക. ഓക്കെ. അതുപോലെ തന്നെ പിന്നെ എക്സാമിന് ചോദിക്കാനുള്ളത് എക്സ്ക്രീഷനിൽ കിഡ്നി അല്ലാത്ത മറ്റു അവയവങ്ങളുടെ ഫങ്ഷൻ പഠിക്കണം. അതുപോലെ തന്നെ ഈ എക്സ്ക്രീറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ കൂടി നോക്കി വെക്കുക. ഇത്രയാണ് ചാപ്റ്ററിൻ്റെ ഒരു സമ്മറി എന്ന് നമ്മൾ പറയാൻ പറ്റുക. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഇനി 2024 ക്വസ്റ്റ്യൻ, ഇവിടെ 23 എഴുതിയ മിസ്റ്റേക്കാണ്, കുഴപ്പമില്ല. 2024 ചോദ്യമാണ്, നല്ലൊരു ചോദ്യമാണ്. ഇൻഡിക്കേറ്റ് വെദർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്. ഓക്കെ. റെപ്റ്റൈൽസ് ആർ അമോണോടെലിക് ആനിമൽസ്. ശരിയാണോ തെറ്റാണോ? അത് റെപ്റ്റൈൽസ് അമോണോടെലിക് അല്ല, അവർ യൂറിക്കോടെലിക്. അപ്പോൾ അത് ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. 2ാമത് ലങ്സ് ആൻഡ് ലിവർ ആൾസോ ഹെൽപ്പ് ഇൻ ദ എലിമിനേഷൻ ഓഫ് എക്സ്ക്രീറ്ററി വേസ്റ്റ്. അതായത് കിഡ്നി കൂടാതെ ലങ്സും ലിവറും എക്സ്ക്രീഷൻ സഹായിക്കുന്നുണ്ടോ? ഉണ്ട് എന്ന് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എങ്ങനെയാണ്? ലങ്സ് ആണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. അതായത് ലങ്സ് ശ്വാസകോശം നമ്മുടെ ബോഡിയിലുള്ള അധികമുള്ള കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും പുറത്ത് കളയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും എക്സ്ക്രീഷനിൽ പങ്കുണ്ട്. അതുപോലെ ലിവർ നമ്മുടെ ബോഡിയിലുള്ള ഒരുപാട് വേസ്റ്റുകൾ പുറത്ത് കളയാൻ വേണ്ടി സഹായിക്കുന്നു. ആൻഡ് ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുലൈ ഓഫ് കിഡ്നി ഈസ് കോൾഡ് റിനൽ കാൽക്കുലൈ. കിഡ്നിയിലെ ഗ്ലോമറുലസിന് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനെ വിളിക്കുന്ന പേരാണ് റിനൽ കാൽക്കുലൈ. തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഫാൾസ് ആണ്. ഈ ഗ്ലോമറുലേക്ക് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനെ വിളിക്കുന്ന പേരെന്താണ്? ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ. ഇനി 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആർ ദ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ ഓഫ് ദ മോസ്റ്റ് ഓഫ് ദ ഇൻസെക്ട്സ് ഇൻക്ലൂഡിങ് കോക്രോച്ച്. ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ. ഇൻസെക്റ്റുകളുടെയൊക്കെ എക്സ്ക്രീറ്ററി ഓർഗാനാണ് മാൽപീജിയൻ ട്യൂബ്യൂള്. അപ്പോൾ അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ. ഇനി ഹെൻലേസ് ലൂപ്പ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദ യൂറിൻ. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ കിഡ്നിയിൽ 10 ലക്ഷത്തോളം നെഫ്രോണുകളുണ്ട്. ആ നെഫ്രോണിൽ ഒരു നെഫ്രോണാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ നെഫ്രോണിൻ്റെ ഈ ഒരു ഭാഗമാണെന്ത്? ഹെൻലേസ് ലൂപ്പ്. ഇത്രയും ഭാഗമാണ് ഹെൻലേസ് ലൂപ്പ്. ഈ ഹെൻലേസ് ലൂപ്പിന് കോൺസെൻട്രേറ്റഡ് യൂറിൻ ഉണ്ടാവുന്നതിൽ പങ്കുണ്ട് എന്ന് വിശദീകരിക്കാനാണ് പറയുന്നത്. ഈ യൂറിൻ ഫോം ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരുപാട് ഫിൽട്രേറ്റ് ഉണ്ടാവും. ഈ ഫിൽട്രേറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ നിന്നും ഫിൽട്ടർ ചെയ്ത് മാറ്റിയെടുത്ത വസ്തുക്കളാണ്. പക്ഷേ ഈ ഫിൽട്രേറ്റിലെ വലിയൊരു ശതമാനവും ഹെൻലേസ് ലൂപ്പും ചെയ്യുന്നുണ്ട്, റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. ഈ ഹെൻലേസ് ലൂപ്പിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ താഴോട്ട് പോകുന്ന, ഇതിനെ ഡിസെൻഡിങ് ലിംബ് എന്ന് വിളിക്കുക. ഇവിടെ നിന്നും ഫിൽട്രേറ്റിലെ ധാരാളം വെള്ളം എന്ത് ചെയ്യും?
നമ്മുടെ ബോഡി റീഅബ്സോർബ് ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് വെള്ളം റീഅബ്സോർബ് ചെയ്യും. പിന്നെ ഈ ഫിൽട്രേറ്റ് താഴോട്ട് പോയി മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇവിടുന്ന് ഒരുപാട് NaCl റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ ഫിൽട്രേറ്റിലുള്ള ഒരുപാട് വസ്തുക്കൾ റീഅബ്സോർബ് ചെയ്യുമ്പോൾ ദാറ്റ് യൂറിൻ വിൽ ബിക്കം ഹൈലി കോൺസെൻട്രേറ്റഡ്. ഓക്കെ, അപ്പോൾ നമ്മളെ ആൻസർ എന്താ? ഹെൻലെസ് ലൂപ്പ് ഹാസ് എ മേജർ റോൾ ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദ യൂറിൻ. ഹെൻലെസ് ലൂപ്പിൻ്റെ ഡിസെൻഡിങ് ലിംബിൽ നിന്ന് വാട്ടറും അസെൻഡിങ് ലിംബിൽ നിന്ന് NaCl ഒക്കെ റീഅബ്സോർബ് ചെയ്തുകൊണ്ടാണ് ഇത് സാധ്യമാവുന്നത് എന്ന് എഴുതിയാൽ മതി. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, ദ ഫങ്ഷൻ ഓഫ് ദ കിഡ്നി ഈസ് എഫക്റ്റീവ്ലി മോണിറ്റേർഡ് ബൈ JGA. ഞാൻ ക്വസ്റ്റ്യൻ മുഴുവൻ വായിക്കുന്നില്ല. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് JGA ഇൻ ദ റെഗുലേഷൻ ഓഫ് കിഡ്നി ഫങ്ഷൻ. എന്താ ക്വസ്റ്റ്യന്? JGAക്ക് കിഡ്നിയുടെ പ്രവർത്തനങ്ങളെ റെഗുലേറ്റ് ചെയ്യുന്നതിലുള്ള റോള് വിശദീകരിക്കുക. എന്താ JGA എന്നറിയോ? ജക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരച്ചസ്. എന്താണ്? ജക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരച്ചസ്. ഇത് നെഫ്രോണിലുള്ളൊരു ഭാഗം കേട്ടോ. ഓക്കെ, ഈ JGAൻ്റെ പ്രത്യേകത, ഇയാൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് റെനിൻ. എന്താ പേര്? റെനിൻ. ഈ റെനിൻ്റെ പ്രത്യേകത, ഇത് നമ്മുടെ ബോഡിയിലുള്ള ആൻജിയോടെൻസിനോജൻ എന്ന പദാർത്ഥത്തെ ആൻജിയോടെൻസിൻ 1 ആക്കി മാറ്റും. എന്നിട്ട് പിന്നെ ഇതേ റെനിൻ ആൻജിയോടെൻസിൻ 1 എന്ത് ചെയ്യും? ആൻജിയോടെൻസിൻ 2 ആക്കി കൺവേർട്ട് ചെയ്യും. സോ റെനിൻ കൺവേർട്ട് ആൻജിയോടെൻസിനോജൻ ഇൻ ടു ആൻജിയോടെൻസിൻ 1 ആൻഡ് ദെൻ ആൻജിയോടെൻസിൻ 2. ഈ ആൻജിയോടെൻസിൻ 2ൻ്റെ പ്രത്യേകത, ഇതൊരു വാസോ കോൺസ്ട്രിക്റ്ററാണ്. രക്തക്കുഴൽ കോൺട്രാക്ട് ചെയ്യാൻ വേണ്ടി ചുരുങ്ങാൻ വേണ്ടി സഹായിക്കുന്നു. രക്തക്കുഴൽ ചുരുങ്ങുന്ന സമയത്ത് ബ്ലഡ് നല്ല ഫോഴ്സിൽ ഒഴുകും. അപ്പോൾ ബ്ലഡ് പ്രഷർ കൂടും. പ്രഷർ കൂടുന്ന സമയത്ത് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഡ്നിയിലെ അരിപ്പയാണല്ലോ, ആ അരിപ്പയിലുണ്ടാവുന്ന അരിച്ചു മാറ്റിയ ബ്ലഡിലെ മാലിന്യങ്ങളെ ഫിൽട്രേറ്റ് എന്നാണ് വിളിക്കുക. ആ ഫിൽട്രേറ്റിൻ്റെ അളവാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. ആ അളവ് കൂടാൻ വേണ്ടി സഹായിക്കും. ഓക്കെ, സോ ഈ ഒരു ഭാഗം പലപ്പോഴായിട്ട് എക്സാമിന് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഗ്ലോമറുലാർ ഫിൽട്രേഷൻ കുറയുമ്പോൾ അത് ചെയ്യുന്നത്, കൂടുന്ന സമയത്ത് സഹായിക്കുന്നത് നമ്മൾ പിന്നീട് പറയും. അതുപോലെ 2023 വന്ന 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻ യൂറിൻ ഫോർമേഷൻ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പലപ്പോഴായി വന്നതാണ്. യൂറിൻ ഫോം ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സ് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്കറിയാവുന്ന പോയിൻ്റാണ്. ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, 2 റീ അബ്സോർപ്ഷൻ, 3 സെക്രീഷൻ. അത് 3 മാത്രം എഴുതി അവിടെ 1.5 മാർക്കേ കിട്ടും. അതിൻ്റെ ഡെഫിനിഷൻ കൂടി എഴുതണം. ഓക്കെ, അതുകൂടി പഠിച്ചു വെക്കുക. ഇനി ടെറസ്ട്രിയൽ ആനിമൽസ് ആർ ജനറലി യൂറിയോടെലിക് ആൻഡ് യൂറിക്കോടെലിക് ആൻഡ് നോട്ട് അമോണോടെലിക്. സബ്സ്റ്റാൻഷിയേറ്റ് വിത്ത് സൂറ്റബിൾ എക്സാമ്പിൾ. ഇത് ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. എന്താ ചോദ്യം? കരയിലെ ജീവികൾ ഒന്നെങ്കിൽ യൂറിക്കോടെലിക് ആയിരിക്കും അല്ലെങ്കിൽ യൂറിയോടെലിക് ആയിരിക്കും. ഒരിക്കലും എന്താവില്ല, അമോണോടെലിക് ആവില്ല. കാരണം എന്താണെന്നറിയോ? അമോണോടെലിക് ജീവികൾക്ക് വെള്ളത്തിലുണ്ടാവും. കാരണം അമോണോടെലിക്കിൽ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ വെള്ളം ഇഷ്ടംപോലെ കിട്ടുന്നവർക്ക് മാത്രമേ അമോണോടെലിക് മെത്തേഡ് പോസിബിൾ ആവുകയുള്ളൂ. പിന്നെ വെള്ളം കുറച്ച് മതിയാവുന്നതാണ് യൂറിയോടെലിക്കും യൂറിക്കോടെലിക്കുമാണ്. ഓക്കെ, കൂട്ടത്തിൽ ഓർത്ത് വെച്ചോ, ഏറ്റവും കുറവ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളത് യൂറിക്കോടെലിക്കാണ്. വെള്ളത്തിൻ്റെ ചിലവ് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല മെത്തേഡും ഏതാണ്? യൂറിക്കോടെലിക്കാണെന്ന് പഠിച്ചു വെക്കുക. ദ ഡിസോർഡർ ഇൻ വിച്ച് സ്റ്റോൺ ഓർ ഇൻസോല്യൂബിൾ മാസ് ഓഫ് ക്രിസ്റ്റലൈസ്ഡ് സോൾട്ട് ആർ ഫോംഡ് ഇൻ കിഡ്നി ഈസ് കോൾഡ് കിഡ്നി സ്റ്റോൺ. അല്ലേ? കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ റീനൽ കാൽക്കുലൈ. ഓക്കെ, അതാണ് ആൻസർ. പിന്നെ യൂറിൻ, ഇതും നേരത്തെ വന്ന സെയിം ക്വസ്റ്റ്യനാണ്. യൂറിൻ ഫോർമേഷൻ്റെ സ്റ്റെപ്സ് വിശദീകരിക്കാൻ സ്ഥിരമായി ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ടൈപ്സ് ഓഫ് എക്സ്ക്രീഷൻ, അല്ലേ? അമോണിയ എക്സാമ്പിളും ഇത് മിക്കവാറും നിങ്ങൾ എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ അമോണിയ പുറത്ത് കളയുന്ന ടൈപ്പ് ഓഫ് എക്സ്ക്രീഷൻ അമോണോടെലിസം. ഇവിടെ എക്സാമ്പിൾ എന്താണ്? അക്വാട്ടിക് ആംഫീബിയൻസ്, അക്വാട്ടിക് ഇൻസെക്റ്റ്, അതുപോലെ തന്നെ ഒക്കെ ആൻസർ ചെയ്യുക. യൂറിയോടെലിക്കിൽ നൈട്രോജനസ് വേസ്റ്റ് എന്താണ്? യൂറിയ ആണ്. അതിൻ്റെ എക്സാമ്പിളാണ് ടെറസ്ട്രിയൽ ആംഫീബിയൻസ്,
അതുപോലെ തന്നെ മാമൽസ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ബേഡ്സ് കൊടുത്തിട്ടുണ്ട്. ബേഡ്സിൻ്റെ നൈട്രോജനസ് വേസ്റ്റ് എന്താ? യൂറിക് ആസിഡ് ആണ്. ഈ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് യൂറിക്കോട്ടലിസം. ഓക്കെ, ANF മെക്കാനിസം ആക്ട് ആസ് എ ചെക്ക് ഓൺ ദ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം. എക്സ്പ്ലെയിൻ. ഇതെന്താ സംഭവം എന്നറിയോ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസത്തിൽ എന്താ സംഭവിക്കുന്നത്? പിന്നെ ഈ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കുറയുന്ന സമയത്ത് അത് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന മെക്കാനിസമാണ് റെനിൻ. ഓക്കെ, അപ്പോൾ ഈ റെനിൻ ചെയ്യുന്നത് എന്താണ്? രക്തക്കുഴൽ കോൺട്രാക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പോൾ ഇത് നടക്കുന്നത് GFR റേറ്റ് കുറയുമ്പോഴാണ്. എന്നാൽ ചിലപ്പോൾ GFR റേറ്റ് എന്താവാം? കൂടാറുമുണ്ട്. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കുറയ്ക്കുകയാണ് വേണ്ടി. അങ്ങനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണെന്ത്? ANF. അതാണ് ഇതിനെ ചെക്ക് ചെയ്യുന്ന, ഇതിനെ കറക്റ്റ് ചെയ്യുന്ന. ഇത് കൂടിക്കഴിഞ്ഞാൽ അതിനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ANF. ANF പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹ്യൂമൻ ഹാർട്ടാണ്. ANFൻ്റെ ഫുൾ ഫോം ഏട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടറാണ്. ANF വാസോ ഡയലേറ്ററാണ്. എന്നാൽ ആൻജിയോടെൻസിൻ 2 വാസോ കൺസ്ട്രക്ടറാണ്. ഓക്കെ, ഇനി ഇത് നെഫ്രോണിൻ്റെ വിവിധ ഭാഗങ്ങളാണ്. അതിനെ ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നിന്നും എൻഡ് വരെ ക്രമത്തിൽ എഴുതാൻ വേണ്ടിയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ആദ്യം വരുന്നത് ബൊമാൻസ് ക്യാപ്സ്യൂളാണ്. അത് കഴിഞ്ഞാൽ ആദ്യം വരുന്നതാണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളാണ്. പിന്നെ ഹെൻലേസ് ലൂപ്പാണ്. പിന്നെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളാണ്. ലാസ്റ്റ് അല്ലേ കളക്ടിങ് ഡക്റ്റ് വരിക. അപ്പോൾ ആ ഒരു ഭാഗം ഓർഡറിൽ എഴുതാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ദ കൗണ്ടർ കറണ്ട് മെക്കാനിസം ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഇൻ ദ മെഡുലറി ഇൻഡസ്ട്രീഷ്യം. എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് ഈസ് ഹാപ്പൻസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് എന്താണ് കൗണ്ടർ കറണ്ട് മെക്കാനിസം എന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ കാണുന്നതാണ് നമ്മുടെ നെഫ്രോൺ. ഈ നെഫ്രോണിൻ്റെ ഈ കാണുന്നതാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ അല്ലേ. ഈ ബൊമാൻസ് ഹെൻലേസ് ലൂപ്പ്. ഇതാണ് ഹെൻലേസ്. ഈ ഭാഗമാണെന്ത് നമ്മൾ വിളിക്കുന്ന ഹെൻലേസ് ലൂപ്പ്. അതാണ് അല്ലേ. ഈ ഹെൻലേസ് ലൂപ്പിൻ്റെ പ്രത്യേകത എന്താ? ഈ ഹെൻലേസ് ലൂപ്പിൻ്റെ താഴോട്ട് ഒഴുകുന്നത് ഇത് ഡിസെൻഡിങ് ലിംബാണ് അല്ലേ. ഇതിലൂടെ എന്തൊഴുകും? നമ്മുടെ ഇവിടെ രൂപപ്പെട്ടുള്ള ഫിൽട്രേറ്റ് ഒഴുകും. ഓക്കെ, ഈ ഫിൽട്രേറ്റ് ഒഴുകുന്നത് എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇവിടെ നിന്ന് താഴോട്ട് പോകും, ഇവിടെ മുകളിലോട്ട് പോകും. ഇങ്ങനെ ഒരു ഫ്ലൂയിഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒഴുകുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക? കൗണ്ടർ കറണ്ട് എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിൽ തന്നെ ഈ സംഭവം ശരിക്കും ഇവിടെ തന്നെ കിടക്കുന്ന കേട്ടോ. ഈ ഹെൻലേസ് ലൂപ്പ് പോലുള്ള വേറെ സംഭവമാണിത് വാസാറക്റ്റ. ഈ കാണുന്നതാണ് വാസാറക്റ്റ്. ഈ വാസാറക്റ്റ് നേരെ ഇതിൻ്റെ പാരലൽ ഇവിടെ ആയിട്ട് കിടക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഈ വാസാറക്റ്റയിലൂടെ ഒഴുകുന്നത് എന്താ പറയുക? ബ്ലഡാണ് ഒഴുകുക. ഇതിലൂടെ ബ്ലഡ് വന്ന് ഇതിലൂടെ ബ്ലഡ് ഇങ്ങോട്ട് പോവുക ചെയ്യുക. അപ്പോൾ ഈ വാസാറക്റ്റയുടെ ഡിസെൻഡിങ് ലിംബാണിത്. ഇത് അസെൻഡിങ് ലിംബാണ്. ഓക്കെ, ഇത് നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ഡിസെൻഡിങ് ലിംബ് എവിടെ ഉണ്ടാവുക? ഈ ഹെൻലേസ് ലൂപ്പിൻ്റെ അസെൻഡിങ് ലിംബിൻ്റെ മുകളിലൂടെ ഉണ്ടാവുക. ഇങ്ങനെ കിടക്കുക ഇവിടെ കേട്ടോ. ഓക്കെ, ഇങ്ങനെ കിടക്കുക. ഇയാൾ നേരെ ഇവിടെ വന്നു നോക്കും. അപ്പോൾ ഇതിലൂടെ ഒഴുകുന്നതും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ ഒരു ഫ്ലൂയിഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒഴുകുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? കൗണ്ടർ കറണ്ട് എന്നാണ് നമ്മൾ വിളിക്കുക. എന്താ വിളിക്കുക? കൗണ്ടർ കറണ്ട് എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് കൗണ്ടർ കറണ്ട് ഉള്ളത്. ഒന്ന് ഹെൻലേസ് ലൂപ്പാണ്. വിച്ച് ആർ ദ ടു കൗണ്ടർ കറണ്ട് ചോദിച്ചാൽ ഒന്ന് ഹെൻലേസ് ലൂപ്പാണ് അല്ലേ. ഒന്ന് ഇതാണ് ഹെൻലേസ് ലൂപ്പാണ്. രണ്ട് വാസാറക്റ്റയാണ്. ഓക്കെ, ഈ രണ്ട് വാസാറക്റ്റുകളുമാണ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ, അവിടെ ചില പോയിന്റുകൾ കൂടി എക്സ്ട്രാ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഹെൻലേസ് ലൂപ്പിൻ്റെ ഡിസെൻഡിങ് ലിംബിൽ വാട്ടർ റീഅബ്സോർബ് ചെയ്യും. അത് ഈ വാസാറക്റ്റയുടെ അസെൻഡിങ് ലിംബ് സ്വീകരിക്കും. അതുപോലെ തന്നെ ഹെൻലേസ് ലൂപ്പിൻ്റെ വാസാറക്റ്റയുടെ ഡിസെൻഡിങ് ലിംബ് സ്വീകരിക്കും. അതുപോലെ തന്നെ ഹെൻലേസ് ലൂപ്പിൻ്റെ അസെൻഡിങ് ലിംബിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന NaCl അതെന്ത് ചെയ്യും? വാസാറക്റ്റയുടെ ഡിസെൻഡിങ് ലിംബും സ്വീകരിക്കും. ഈ കാര്യങ്ങൾ കൂടി ഒക്കെ എഴുതി കഴിഞ്ഞാൽ ഇത് നല്ല രൂപത്തിലൊരു ആൻസർ. ഇൻ ഹ്യൂമൻ കിഡ്നി ആൻജിയോടെൻസിനോജൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ആൻജിയോടെൻസിൻ 1 ബൈ റെനിൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് അക്യുമുലേഷൻ ഓഫ് യൂറിയ. ചില അസുഖങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ദ ബ്ലഡിൽ യൂറിയ അടിഞ്ഞു കൂടുന്ന അസുഖത്തെ വിളിക്കുന്ന പേരെന്താ? യുറേമിയ എന്നാണ് വിളിക്കുക കേട്ടോ. കിഡ്നി ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ യൂറിയ എന്ത് ചെയ്യും? നമ്മുടെ ബ്ലഡിൽ അടിഞ്ഞുകൂടും. അതിനെ വിളിക്കുന്ന പേരാണ് യുറേമിയ. ഇൻസോല്യൂബിൾ മാസ് ഓഫ് ക്രിസ്റ്റലൈസ്ഡ് സോൾട്ട് ഇൻ ദ കിഡ്നിയിൽ ക്രിസ്റ്റൽ രൂപത്തിലുള്ള സോൾട്ട് അടിഞ്ഞുകൂടുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? റീനൽ കാൽക്കുലൈ. രണ്ടാമത്തെ റീനൽ കാൽക്കുലൈ അല്ലേ. ആൻഡ് തേർഡ് വൺ ഈസ്
സർജിക്കൽ മെത്തേഡ് ഫോർ കറക്റ്റിംഗ് ദ റീനൽ ഫെയിലിയർ, കിഡ്നി കോംപ്ലിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ സർജറിയിലൂടെ പരിഹരിക്കുന്നതാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, കിഡ്നി മാറ്റിവെക്കൽ ഓപ്പറേഷൻ അല്ലേ. ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുലൈ ഓഫ് ദ കിഡ്നി ഈസ് കോൾഡ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്. ഓക്കെ, അപ്പോൾ ഇത് മിക്കവാറും എക്സാമിന് ചോദിക്കാവുന്നതാണ്. ഇവിടെ വളരെ മനോഹരമായ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ ഫ്ലോ ചാർട്ടിൽ ABCD ഫില്ല് ചെയ്യും അല്ലേ. അപ്പോൾ GFR റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ JG സെല്ല് ആക്റ്റീവ് ആവും. റിലീസ് എന്ത് JG സെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്ത് എന്താണ് റെനിനാണ് അല്ലേ. റെനിൻ എന്ത് ചെയ്യും, ആൻജിയോടെൻസിനോജനെ എന്താക്കി മാറ്റും, ആൻജിയോടെൻസിൻ 1 ആക്കി മാറ്റും. പിന്നെ അതെന്തായി മാറും, ആൻജിയോടെൻസിൻ 2 ആയി മാറും. ആ ആൻജിയോടെൻസിൻ 2 എന്ത് ചെയ്യും, ഈ GFRന് എന്ത് ചെയ്യും, ഫാൾ ഇൻ GFRന് ഇൻക്രീസ് ദ GFR റൈറ്റ്. അതുകൂടാതെ അഡ്രിനൽ കോർട്ടക്സിൽ നിന്ന് എന്തുണ്ടാവും, ആൽഡോസ്റ്റിറോണും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ്, മനോഹരമായ ഒരു ക്വസ്റ്റ്യനാണ്. എക്സാമിന് വന്നാൽ നിങ്ങൾ ആൻസർ ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റേറ്റ് വെദർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്. ADH പ്രിവെൻറ്റ് ഡയൂറസിസ്. ADH ആണ് മൂത്രത്തിലൂടെ വെള്ളം നഷ്ടമാവുന്നതിനെ തടയുന്നത്. അതുകൊണ്ട് അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ANF കോസ് ദ ഇൻക്രീസ് ഇൻ ദ ബ്ലഡ് പ്രഷർ. ANF ഇൻക്രീസ് ഇൻ ദ ബ്ലഡ് പ്രഷർ അല്ല, ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ANF ബ്ലഡ് പ്രഷർ കുറക്കാൻ വേണ്ടിയാണ് സഹായിക്കുന്നത് അല്ലേ. ഓക്കെ, ആൻഡ് ആൻജിയോടെൻസിൻ 1 ആക്ടിവേറ്റ് ദ അഡ്രിനൽ കോർട്ടക്സ് ടു റിലീസ് ആൽഡോസ്റ്റിറോൺ. ഓക്കെ, ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആൻജിയോടെൻസിൻ 1 അല്ല, ആൻജിയോടെൻസിൻ 2 ആണ്. ഇത് ഫോളസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ആൻജിയോടെൻസിൻ 2ൻ്റെ വേറെ രണ്ടാമത്തെ ഒരു ഫംഗ്ഷനാണ് അഡ്രിനൽ കോർട്ടക്സിൽ നിന്നും ആൽഡോസ്റ്റിറോൺ എന്ന ഹോർമോൺ റിലീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. നാലാമത്തത് ആൽഡോസ്റ്റിറോൺ കോസസ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് Na+. ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. ഫ്രം ദ ഡിസ്റ്റൽ പാർട്ട് ഓഫ് ദ റീനൽ ട്യൂബ്യൂൾ. ആൽഡോസ്റ്റിറോണിൻ്റെ ഫംഗ്ഷനാണ് നെഫ്രോണിൻ്റെ ഡിസ്റ്റൽ പാർട്ടിൽ നിന്നും Na+ റീഅബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഓക്കെ, ഇനി ഗിവ് 1 വേർഡ് ഫോർ ദ ഫോളോവിങ് വേർഡ്സ്. പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ യൂറിൻ. മൂത്രത്തിൽ ഗ്ലൂക്കോസ് കാണപ്പെടുന്ന അവസ്ഥയെ എന്താ വിളിക്കാമെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരെന്താണ്, ഗ്ലൈക്കോസ് യൂറിയ. എന്താ ഗ്ലൈക്കോസ് യൂറിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂത്രത്തിൽ ഗ്ലൂക്കോസ് ഉണ്ടാകുന്ന അവസ്ഥ എന്താ വിളിക്കുക, ഗ്ലൈക്കോസ് യൂറിയ എന്നാണ് നമ്മൾ വിളിക്കുക. അതുപോലെ തന്നെ മൂത്രത്തിൽ കീറ്റോൺ ബോഡികൾ കാണപ്പെടുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണെന്ത്, കീറ്റോന്യൂറിയ. പഠിച്ചു വെക്കണം. 1 മാർക്ക് ക്വസ്റ്റ്യൻ പല തവണ വന്നിട്ടുണ്ട് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിച്ചു. വിച്ച് ഹ്യൂമൻ ഡിസോർഡർ ഈസ് ഹാവിങ് ദ എബവ് മെൻഷൻഡ് 2 സിംറ്റം. ഈ 2 ലക്ഷണം ഉണ്ടാകുന്ന ഏത് അസുഖത്തിനാണ്, ഷുഗർ ഡയബറ്റിസ് അസുഖത്തിനാണ്. അല്ലെങ്കിൽ കുറച്ച് വ്യക്തമായി പറയുകയാണെങ്കിൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന അസുഖത്തിലാണ് ഈ 2 അവസ്ഥയെ നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, ഇനി ക്ലാസിഫൈ ദ ഫോളോവിങ് ആനിമൽസ് ഓൺ ദ ബേസിസ് ഓഫ് മോഡ് ഓഫ് നൈട്രോജനസ് വേസ്റ്റ് അല്ലേ. മോഡ് ഓഫ് നൈട്രോജൻ വേസ്റ്റ് എക്സ്ക്രീഷൻ അല്ലേ. അമോണോട്ടലിക് ആയുള്ള ജീവികൾ ഇവിടെ ഏതാ വരുന്നത്, അക്വാട്ടിക് ആംഫീബിയൻസ് വരുന്നുണ്ട് അല്ലേ. അതുപോലെ അക്വാട്ടിക് പിന്നെ ബോണി ഫിഷസും വരുന്നുണ്ട് അല്ലേ. ഇനി യൂറിയോട്ടലിക്കിൽ വരുന്നത് മാമ്മൽസ് ഉണ്ട്, ടെറസ്ട്രിയൽ ആംഫീബിയൻസ് ഉണ്ട്. അതുപോലെ യൂറിക്കോട്ടലിക്കിൽ വരുന്നത് റെപ്റ്റൈൽസ് ഉണ്ട്, അതുപോലെ ബേഡ്സ് വരുന്നുണ്ട്. ഈ ടേബിൾ നേരത്തെ നമ്മൾ പഠിച്ചതാണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ട്. ഈ ടേബിൾ കൃത്യമായി പഠിച്ചു വെക്കണം. എല്ലാ മെത്തേഡ് ഓഫ് എക്സ്ക്യൂഷൻ നടത്തുന്ന ജീവികളുടെയും എക്സാമ്പിൾ മുഴുവൻ പഠിച്ചു വെക്കണം കേട്ടോ. സം കണ്ടീഷൻസ് റിലേറ്റഡ് ടു കിഡ്നി ഡിസീസ് ആർ ഗിവൺ. അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ദ ബ്ലഡ്, യുറീമിയ അല്ലേ. ഇനി മാൽഫങ്ഷൻ ഓഫ് ദ കിഡ്നി പ്രവർത്തിക്കാത്ത അവസ്ഥ, അതാണെന്ന് കിഡ്നി ഫെയിലിയർ എന്ന് വിളിക്കും കേട്ടോ. കിഡ്നിയുടെ മോശം പ്രവർത്തനത്തെ എന്താ വിളിക്കുക, കിഡ്നി ഫെയിലിയർ എന്നാണ് വിളിക്കുക അല്ലേ. ഇൻ യുവർ ഒപ്പീനിയൻ സജസ്റ്റ് ദ ട്രീറ്റ്മെൻറ്റ് ഫോർ ദ കിഡ്നി ഫെയിലിയർ. ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ തന്നെ ഉണ്ടല്ലേ. കിഡ്നി ഫെയിലിയർ ട്രീറ്റ്മെൻറ്റ് എന്താണ്, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആണല്ലേ, കിഡ്നി മാറ്റിവെക്കലാണ് പരിഹാരമുള്ളത്. എക്സ്പാൻഡ് GFR ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റൈറ്റ്. ഓക്കെ ഈവൻ ദോ GFR ഇൻ എ ഹെൽത്തി പേഴ്സൺ ഈസ് 180. ഒരാളുടെ GFR 180 ആണെങ്കിലും ഒരാളുടെ യൂറിൻ്റെ അളവ് 1.5 മാത്രമാണ്. അത്രയും ഫിൽട്രേറ്റ് പുറത്ത് വിടുന്നില്ല. കാരണം എന്താണ്, ഈ ഗിവ് റീസൺ. അതിൻ്റെ ആൻസർ എന്താ ചെയ്യുക, GFR 180 ആണെങ്കിലും അതിൽ 99% എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോഡി റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. അതല്ല യൂറിൻ ഫോർമേഷൻ സ്റ്റേജ് 2 അല്ലേ. ഓക്കെ, ഇനി ഐഡൻറ്റിഫൈ ഇതെന്താ, റീനൽ മാൽപീജിയൻ ബോഡിയുടെ ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. A-B അടയാളപ്പെടുത്തുക. A എന്താണ്, അഫറൻ്റ് ആർട്ടീരിയോളാണ്. B എന്താണ്, ബൊമാൻസ് ക്യാപ്സ്യൂളാണ്. ഇനി ഇവിടെ പ്രൗണ്ട് എക്സ്ക്രീറ്ററി ഓർഗാൻ ഏതാണ്, ആൻറ്റിനൽ ഗ്ലാൻഡ് ആണ് കേട്ടോ. പ്രൗണ്ട് എക്സ്ക്രീറ്ററി ഓർഗാൻ. കോക്രോച്ചിൻ്റെ എന്താണ്,
കോക്രോച്ചിൻ്റെ വന്നിട്ടില്ലേ, കോക്രോച്ചിൻ്റെ മാൽപീജിയൻ ട്യൂബ്യൂൾസ് ഇവിടെ വന്നിട്ടില്ലല്ലേ. ഓക്കെ, ഇവിടെ വന്നത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ കോക്രോച്ചിനെ കാണിക്കേണ്ട. അതുപോലെ എർത്ത് വേമിൻ്റെത് നെഫ്രീഡിയ. ഓക്കെ, അപ്പോൾ അത് രണ്ടും കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഓക്കെ, ഇത് എക്സ്ട്രാ തന്നതാണ്. അതുപോലെ തന്നെ കോക്രോച്ചിൻ്റെ വന്നിട്ടില്ല, ലിവിറ്റ്. ഓക്കെ, യൂറിക്കോട്ടലിസം ഈസ് മോർ അഡ്വാൻറ്റേജ് ദാൻ യൂറിയോട്ടലിസം ആൻഡ് അമോണോട്ടലിസം. ഏറ്റവും നല്ല എക്സ്ക്യൂട്ടറി മെത്തേഡ് ഏതാണ്? യൂറിക്കോട്ടലിക്കാണ്. എന്ത് നോക്കുകയാണെങ്കിൽ വാട്ടർ കൺസർവേഷൻ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഏറ്റവും കുറഞ്ഞ വെള്ളം ചിലവുള്ള എക്സ്ക്യൂട്ടറി മെത്തേഡാണെന്ത്? യൂറിക്കോട്ടലിസം. ഓക്കെ, ഇനി ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇവിടെ എ, ബി എന്നിവ എ എന്താണ് എന്ന് ഫില്ല് ചെയ്യണം പറയുന്നത് അല്ലേ. ഇവിടെ JG സെൽസ് റീനൽ വെയിൻ വഴി എന്ത് റിലീസ് ചെയ്യും? റെനിയൻ റിലീസ് ചെയ്യും അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ ബയോളജി ക്ലാസ് റിലേറ്റഡ് ടു എക്സ്ക്രീഷൻ ദ ഹ്യൂമൻ ബോഡി ദ സ്റ്റുഡൻറ്റ് ഗേവ് ആൻ ഒപ്പീനിയൻ ദാറ്റ് എവറി മിനിറ്റ് 2% ഓഫ് ദ ടോട്ടൽ വോളിയം ഓഫ് ബ്ലഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു GFR. ഓക്കെ, എന്നാൽ 1% GFR മാത്രമാണ് യൂറിനായി മാറുന്നത്. ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻ്റ് അതിനാണ്. ഒരു ദിവസം 180 ലിറ്റർ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാവും. എന്നാൽ അതിൽ 99% നമ്മുടെ ബോഡി എന്ത് റീഅബ്സോർബ് ചെയ്യും. ഓൺലി 1% ആണ് യൂറിനായിട്ട് മാറുന്നത്. ഓക്കെ, എങ്ങനെയാണ് കൗണ്ടർ കറണ്ട് മെക്കാനിസം കോൺസെൻട്രേറ്റ് യൂറിൻ ഉണ്ടാകുമ്പോൾ സഹായിക്കും നമ്മൾ നേരത്തെ പറയാണ്. ഓക്കെ, 28ാമത്തെ ക്വസ്റ്റ്യൻ. ഓൺ എ ഹോട്ട് ഡേ would you expect your level of ADH in blood to be high or low? Explain. ഓക്കെ, അത് വളരെ അടിപൊളി ക്വസ്റ്റ്യനാണ്. എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. എന്താ ചോദ്യം? ഒരു ചൂടുള്ള ദിവസം ADHൻ്റെ അളവ് കൂടുകയാണോ കുറയുകയാണോ ചെയ്യാമെന്ന് ചോദിച്ചിരിക്കുന്നത്. ചൂടുള്ള ദിവസം എന്താ സംഭവിക്കുക? ബോഡിയിൽ ഒരുപാട് വെള്ളം എന്ത് ചെയ്യും? വിയർപ്പിലൂടെ നഷ്ടമാവും. അപ്പോൾ ബോഡിയിൽ വെള്ളത്തിൻ്റെ കുറവുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? ADH പ്രൊഡ്യൂസ് ചെയ്യുക. ADH വിൽ പ്രൊഡ്യൂസ് ഇൻ സമ്മർ സീസൺ. എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ADH ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ദ വാട്ടർ വിൽ ലൂസ് ത്രൂ ദ യൂറിൻ. മൂത്രത്തിലൂടെ വെള്ളം നമുക്ക് നഷ്ടമാവും. അങ്ങനെ നഷ്ടമാവുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡയൂറസിസ്. അങ്ങനെ കുറേ വെള്ളം മൂത്രത്തിലൂടെയും കുറേ വെള്ളം വിയർപ്പിലൂടെയും പോയാൽ ബോഡിയിൽ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വാട്ടറിനെ കിഡ്നിയിൽ വെച്ച് എന്ത് ചെയ്യണം? റീഅബ്സോർബ് ചെയ്യണം. അതിനുവേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ് ADH അല്ലെങ്കിൽ വാസോപ്രസിൻ. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എന്താ ആൻസർ എന്താണ്? പിന്നെ ഡ്യൂറിങ് ഹോട്ട് ഡേയ്സ് ADH വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ഇറ്റ് വിൽ പ്രിവെൻറ്റ് ദ ഡയൂറസിസ്, അല്ലെങ്കിൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം ദ കിഡ്നി ആൻഡ് ഇൻക്രീസ് ദ യൂറിൻ ക്വാണ്ടിറ്റി എന്ന് എഴുതിയാൽ മതി. സോറി, ബ്ലഡ് വോളിയം. ഓക്കെ, ഇനി കംപ്ലീറ്റ് ദ അടുത്തെന്താണ്? അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് എൻലെ ഈസ് പെർമിയബിൾ ടു വാട്ടർ അല്ലേ. വേറാസ് ദ ഡിസെൻഡിങ് ലിംബ് ഈസ് പെർമിയബിൾ ടു NaCl. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇങ്ങനെയാണ് ഹെൻലേസ് ലൂപ്പ് ഉണ്ടാവുക അല്ലേ. ഈ ഹെൻലേസ് ലൂപ്പിൻ്റെ അസെൻഡിങ് ലിംബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഭാഗമാണ്. ഡിസെൻഡിങ് ലിംബ് എന്ന് പറഞ്ഞാലോ ഈ ഒരു ഭാഗമാണ്, താഴോട്ട് പോകുന്ന ഭാഗം. ഈ ഡിസെൻഡിങ് ലിംബിൽ നിന്നും എന്താണ് റീഅബ്സോർബ് ചെയ്യുന്നത്? വാട്ടറാണ് അല്ലേ. അസെൻഡിങ് ലിംബെന്നോ NaCl ആണ് റീഅബ്സോർബ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നോക്ക്, അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലേസ് ലൂപ്പ് ഈസ് ഇംപെർമിയബിൾ ടു വാട്ടർ. അവിടുന്ന് വെള്ളത്തിന് പുറത്തു പോകാൻ പറ്റൂല. ആ ഡിസെൻഡിങ് ലിംബ് ഈസ് പെർമിയബിൾ ടു വാട്ടർ. അപ്പോൾ നമ്മൾ NaCl ഇവിടെ ചോദിച്ചിട്ടില്ലല്ലേ. ആൻഡ് എക്സസീവ് ലോസ് ഓഫ് ഫ്ലൂയിഡ് ഫ്രം ദ ബോഡി സ്റ്റിമുലേറ്റ് ദ ഹൈപ്പോതലാമസ് ടു റിലീസ് ADH ഹോർമോൺ അല്ലേ ഫ്രം ദ പിറ്റ്യൂട്ടറി. ആണ് ഹൈപ്പോതലാമസ് ആണ് ADH ഉണ്ടാവാൻ വേണ്ടി സ്റ്റിമുലേഷൻ കൊടുക്കുന്നത്. അത് സെക്രീറ്റ് ചെയ്യുന്ന ആരാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അതുപോലെ തന്നെ ഇനിയും ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ. പിന്നെ ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഭാഗങ്ങൾ തന്നെയാണ്. അപ്പോൾ 30 മിനിറ്റ് എടുത്തിട്ടുണ്ട്. എങ്കിൽ കൂടി നിങ്ങൾക്ക് ഒരു സെഷൻ നഷ്ടമാവില്ല എന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരിക്കണം. ഈ കൺസെപ്റ്റും റെഡിയാണ്. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എക്സാമിൽ നിങ്ങൾക്കൊരു മികച്ച സ്കോർ നമുക്ക് പ്രതീക്ഷിക്കുക. ഗ്യാരണ്ടി ഒന്നുമില്ല. ബാക്കി നമ്മൾ നന്നായി പഠിക്കുക, പരമാവധി ഹാർഡ് വർക്ക് ചെയ്യുക, ധൈര്യത്തോടെ എക്സാം എഴുതുക. ബാക്കി എന്താ വരിക എന്നുള്ളത് നമ്മൾ അതിന് ഫേസ് ചെയ്യാൻ തയ്യാറാവുക. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ,
അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാൻ വേണ്ടും. താങ്ക് യു. നമ്മുടെ വീഡിയോ എല്ലാവരോടും നമ്മൾ ഷെയർ ചെയ്യാനൊന്നും പറയാറൊന്നുമില്ല. നിങ്ങളങ്ങ് ഷെയർ ചെയ്യുക, എല്ലാവർക്കും ലഭ്യമാക്കുക. ഓക്കെ, താങ്ക് യു.